നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. കുറച്ചു കാലം കുവൈത്തിൽ ജീവിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ നമ്മൾ കുവൈത്തിലെ ഈ പ്രവാസകാലത്തെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ബാക്കിയാവുക? നാട്ടിലേക്കാൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ മറന്നുപോകും. നല്ല വസ്ത്രം എടുത്തിട്ടുണ്ട്, അത് മറന്നുപോകും. നല്ല സൗകര്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, അത് മറന്നുപോകും. ഓർമ്മയായി ബാക്കിയാകുന്നത് നമ്മളിങ്ങനെ ചെയ്തു വച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ, സഹവസിച്ചിട്ടുള്ള കുറച്ച് നല്ല സൗഹൃദങ്ങൾ, കുറച്ച് മനുഷ്യരുടെ മുഖങ്ങൾ, അതാണ് ബാക്കിയാവുക. അങ്ങനെ ബാക്കിയാകുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന് ഇവിടെ ചെയ്യാനുള്ളത്. ഓർമ്മിക്കപ്പെടാവുന്ന വിധം ജീവിക്കുക. ബഷീറിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്, അജ്ഞാതമായ ഭാവിക്ക് എന്നാണ് ആ കഥയുടെ പേര്. അതിൽ ഉപ്പാൻ്റെ കയ്യും പിടിച്ചിട്ട് പുഴക്കരയിലേക്ക് നടന്നു പോകുമ്പോൾ ബഷീറിൻ്റെ കാൽപ്പാടുകളുണ്ട് മണലിൽ. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ കാൽപ്പാടുകളില്ല. ബഷീർ ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, എവിടെ പോയി എൻ്റെ കാൽപ്പാടുകൾ? അപ്പോൾ ഉപ്പ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്കറിയില്ല. അവസാനം ഉപ്പ പറയുന്നത് ഇങ്ങനെയാണ്, പിന്നിൽ വന്ന ആളുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും, പിന്നിൽ വന്ന ആളുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പിന്നിൽ വന്ന ആളുകൾ ഇങ്ങനെ തേടിപ്പോകുന്ന കാൽപ്പാടാണ് പ്രവാചകൻ. മദീനയിൽ നിന്ന് വന്ന ആളുടെ കണ്ണിൽ ചുംബിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മദീനയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ഇതാണ്, മദീനയിൽ പോയി വന്നിട്ടുള്ള ആളുകളുടെ കണ്ണ് ചുംബിക്കുകയാണ്. എൻ്റെ ഒരു ചങ്ങാതിയുണ്ട് അബൂദബിയിൽ, കവിയാണ്, പാട്ടെഴുത്തുകാരനാണ്, റഫീഖ്. അദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പാട്ട് കേൾപ്പിച്ചു. ആയിഷ അബ്ദുൽ ബാസിത്ത് എന്ന മിടുക്കിയായൊരു പെൺകുട്ടിയുടെ പാട്ടാണ്, നബിയെക്കുറിച്ചുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കേൾക്കുമ്പോഴേ അതിലൊരു വരി, ആ വരി ഇങ്ങനെയാണ്, പ്രവാചകരെ നിങ്ങളൊരു സാഗരമാണ്, ഞാനോ അതിൻ്റെ മുന്നിലെ ദാഹമാണ്. തൂ സമന്ദർ മേം പ്യാസുഹു. എൻ്റെ പ്രവാചകരെ നിങ്ങളൊരു സാഗരമാണ്, ഞാൻ അതിൻ്റെ മുന്നിലെ ദാഹാർത്തിയാണ് എന്ന വരി ആ പാട്ടിലിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആ ചങ്ങാതി പൊട്ടിക്കരഞ്ഞുപോയി. ശരിക്കും നിയന്ത്രിക്കാനാവാത്ത വിധം അവൻ കരഞ്ഞുപോയി. ഓർമ്മയുടെ ഭാരം കൊണ്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണ് കവിഞ്ഞൊഴുകണം എന്നുണ്ടെങ്കിൽ അത്രയേറെ മനസ്സിലിങ്ങനെ ബാക്കിയാകുന്നൊരു ഓർമ്മയായി ആ വലിയ ജീവിതം മാറുമ്പോഴാണ്. എന്തിനാണ് ചരിത്രം നമ്മൾ പഠിക്കുന്നത്? എന്തിനാണ് ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ചരിത്രം നമ്മൾ കേൾക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, വർത്തമാനകാലത്തിൽ നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെടുന്നത് അത് ചരിത്രത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ്. അതിനാണ് ചരിത്രം. തോട് കുറുകെ ചാടുന്ന കുട്ടി തോടിൻ്റെ അടുത്ത് നിന്നല്ല ചാടുക, കുറച്ച് പിറകിലേക്ക് വെച്ചിട്ട് സ്റ്റെപ്പുകൾ വെച്ചതിന് ശേഷമാണ് തോട് കുറുകെ ചാടുക. 1 സ്റ്റെപ്പ് ബാക്ക് ഈ 7 സ്റ്റെപ്സ് അഹെഡ് എന്ന് പറയാറില്ലേ? പിറകിലേക്ക് പോയ ആ ചുവടുകളുണ്ടല്ലോ, ആ ചുവടുകളാണ് മുന്നോട്ട് കുതിക്കാനുള്ള ഊക്ക് കൊടുത്തത്. ഈ പിറകിലേക്ക് വെക്കുന്ന ചുവടുകളാണ് ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്ന അന്വേഷണങ്ങൾ. അതിനാണ് ചരിത്രം.
വർത്തമാനകാലത്തിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ അത് തിരിച്ചു പിടിക്കാൻ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ക്ഷണപത്രങ്ങളുടെ പേരാണ് ചരിത്രം. അതുകൊണ്ട് ചരിത്രം ഇങ്ങനെ നിരന്തരമായി പറയുകയും കേൾക്കുകയും പരസ്പരം ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമുക്കിങ്ങനെ വെളിച്ചം തന്ന മനുഷ്യരുടെ ചരിത്രം എന്തായിരുന്നു? ശരിക്ക് പ്രവാചക ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാതലായ ഭാഗം ശരിക്കും എന്തായിരുന്നു? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ശരിക്ക് ഹാപ്പിനെസ് ആയിരുന്നു, സന്തോഷം. പട്ടിണിയിലും സന്തോഷം, പ്രശാന്തമായ ഒരു മനസ്സിൻ്റെ ആനന്ദം, അതായിരുന്നു ആ ജീവിതം. പഠിച്ചവനെ നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി എന്ന് പറയുന്ന മനസ്സ്. പഠിച്ചവനെ നീ എനിക്ക് തന്നതിന് മാത്രമല്ല തരാതിരുന്നതിനും നന്ദി. സങ്കടങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പുഞ്ചിരിക്കുകയും സുജൂദിൽ കിടന്ന് കരയുകയും ചെയ്യുന്ന ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു അത്. സങ്കടങ്ങളുടെ മുന്നിൽ കരയല്ല, സങ്കടങ്ങളോടൊക്കെ നിർമ്മമനായി പുഞ്ചിരിക്കുകയും എന്നാൽ സുജൂദിൽ വീണ് കരയുകയും ചെയ്യുന്ന ജീവിതമായിരുന്നു ഹാപ്പിനെസ്. നമുക്ക് എവിടെയാണോ അത് നഷ്ടപ്പെട്ടത് അത് നമ്മൾ അവിടെ അന്വേഷിച്ചിട്ട് പോകണം. ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള പൊതുവെ മനുഷ്യൻ്റെ ഒരു ധാരണ അത് വരാനുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയുക? അയാൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ പറയും, അതൊക്കെ കഴിഞ്ഞാലേ ഹാപ്പിയാവുള്ളൂ. വീട് കയറ്റണം, വീട് കയറ്റിയാലേ അയാൾ ഹാപ്പിയാവുള്ളൂ. മകളെ കെട്ടിക്കണം, മകളെ കെട്ടിക്കുന്നത് വരെ അയാൾ ഹാപ്പിയല്ല. ജോലി കിട്ടണം, ജോലി കിട്ടുന്നത് വരെ അയാൾക്ക് ഹാപ്പിനെസ് ഇല്ല. ഒരു എൻഡ് പ്രൊഡക്റ്റാണ് ഹാപ്പിനെസ്. നബി കാണിച്ചു തന്നത് ഒരു വേ ഓഫ് ലിവിങ് എന്നർത്ഥത്തിലാണ്. ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആനന്ദിക്കുകയാണ്. ജീവിതം എന്നറിയണത് വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ലല്ലോ, ഈ കഴിഞ്ഞു പോകുന്നതിൻ്റെ പേരാണ്. ജീവിതേ വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, ഇപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിൻ്റെ പേരാണ് ജീവിതം. പക്ഷെ മനുഷ്യന്മാരത് ആലോചിക്കില്ല. നമ്മൾ കണ്ടുമുട്ടുന്ന അധികം മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കുന്ന ആളുകളാണ്, അല്ലേ? ഇന്നലത്തെ കുറ്റബോധമോ കുറ്റഭാരമോ സങ്കടങ്ങളോ ലജ്ജാഭാരമോ വേദനയോ വേർപാടോ ഇതിലൊക്കെ ഇങ്ങനെ മുഴുകുക. വേറെ കുറേ ആളുകൾ നാളെകളിലുമാണ്, നാളെക്കുറിച്ചുള്ള ഭയപ്പാടുകളാണ്. ഇന്ന് ജീവിക്കുന്ന ആരുള്ളത്? ചെറിയ കുട്ടികളുണ്ടാവും. കാരണം കുട്ടികൾ അത്രയും ഹാപ്പി ആവാനുള്ള കാരണം അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ലല്ലോ. പിന്നെ അങ്ങനെ ഹാപ്പി ആവാറുള്ളത് ഭ്രാന്തന്മാരാ. അവർക്ക് ഇന്നലകളെക്കുറിച്ചോ നാളെകളെക്കുറിച്ചോ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതില്ലാത്തത് കൊണ്ട് അവർ ഹാപ്പിയാണ്. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിതനായി കഴിയുന്നത്? പ്രവാചക തിരുമേനിയുടെ ഒരു പ്രാർത്ഥന തന്നെയുണ്ട്. പഠിച്ചവനെ, എനിക്ക് നീ ഉള്ളിലേക്കിറങ്ങിയ സത്യവിശ്വാസം തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വ യഖീനൻ സ്വാദിഖ. നല്ല ശക്തമാകണമത്, സത്യമാകണമത്, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? അങ്ങനെ ഒരു സത്യവിശ്വാസം എനിക്ക് എന്തിനാണെന്നറിയോ? ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അവിടെ നിന്നുള്ള തീരുമാനമാണ് എന്നെനിക്ക് മനസ്സിലാവണം. അതിനാണ്. എന്തു സംഭവിക്കാവുന്നൊരു ജീവിതമാണ്, പക്ഷെ എന്ത് സംഭവിച്ചാലും അത് നിൻ്റെ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവണം. എൻ്റെ മനസ്സ് ശാന്തമാകണം. പിന്നൊരു വാക്ക് കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയാം? വരിലൻ ബിമാ ഖസ്സം തലി. എൻ്റെ പഠിച്ചോനെ, നീ എനിക്ക് എന്താണ് തന്നത് അതിലെനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട്, ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് അവരോടൊപ്പം
നമ്മളെവിടെയാണുള്ളത് അവിടെ വെച്ച് ഹാപ്പി ആവണം. ചെറിയ കാര്യമല്ലത്. ഒരു മനുഷ്യൻ അയാളുടെ മനസ്സ് ശാന്തമാവുക എന്നുള്ളത് ഈ ലോകത്തൊരാൾക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും മനോഹരമായ സുഖമാണ്. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയില്ലേ? ദുഃഖം വെളിച്ചമാണ് എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നത്.